ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 21%. Let's go! Yo! We are supporting Anisha! Guys, everybody, right now, everybody. Okay. അപ്പോൾ നമ്മുടെ തൊപ്പിയുടെ ലൈവിന്റെ ഏതാനും ചില ഭാഗങ്ങളോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. തൊപ്പി ലൈവിലിരുന്നു കൊണ്ട് നമ്മുടെ അനീഷിന് വേണ്ടി വോട്ട് പിടിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. ഏകദേശം തൊപ്പിയുടെ ഒരു ലൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 50,000 മുതൽ 2 ലക്ഷം ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ലൈവിൽ വരുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഏകദേശം 90% ആൾക്കാരും നമ്മുടെ തൊപ്പി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങാനും എല്ലാം ഒരു സ്നേഹം കാണിക്കുന്ന കൂട്ടരാണ് അവരുടെ ഈ ലൈവിലെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ തൊപ്പി ഇപ്പോൾ ലൈവിൽ വന്ന് പറയുകയാണ്, നിങ്ങൾ അനീഷ് ചേട്ടന് വോട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. ഏകദേശം തുടങ്ങുന്ന സമയം മുതൽ ആ വീഡിയോ തീരുന്ന സമയമാകുമ്പോഴേക്ക് ആ ലൈവ് അവസാനിക്കുന്ന സമയത്ത് ഏകദേശം 1.5 ലക്ഷം ആൾക്കാർക്ക് മുകളിലാണ് ആ ലൈവ് കണ്ടത് എന്നാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ അനുമോൾക്ക് നല്ല ഒരു ലീഡ് ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ തൊപ്പി ലൈവിൽ വന്നുകൊണ്ട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നമുക്ക് ആ ലൈവിന്റെ ഏതാനും ചില ഭാഗങ്ങളൊന്ന് കാണാം. അക്ബർ 21%. Let's go! Yo! We are supporting Anisha! Guys, everybody, right now, everybody. Okay, എല്ലാരും ഇത് PR ഒന്നുമല്ല, 10 വയസ്സ് PR വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല. വോട്ടിങ്ങിന്റെ ശതമാനമെല്ലാം അതിൽ നമ്മുടെ തൊപ്പി തന്നെ വായിച്ച് നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അനുമോൾ മുമ്പിട്ട് നിന്ന സമയത്ത് ഇപ്പോൾ അനീഷാണ് കുതിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം ഒറ്റ ലൈവ് കൊണ്ട് ഏകദേശം 1 ലക്ഷം വോട്ട് തിരിക്കാൻ കഴിവുള്ള മനുഷ്യൻ തന്നെയാണ് MR സരി തൊപ്പി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഇദ്ദേഹം ഈ ജിൻഡോ എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തെ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്ന ജിൻഡോ എന്ന മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ലൈവ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് 50,000 വോട്ടായിരുന്നു ഒറ്റ ലൈവിൽ കിട്ടിയത്. ആ ഒറ്റ വോട്ടിന്റെ പുറത്ത് തന്നെയാണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന ആ മത്സരാർത്ഥി കഴിഞ്ഞ ബിഗ് ബോസ് വിന്നർ ആയത് എന്ന് നിങ്ങൾ ഓർക്കണം. അതേ തൊപ്പി തന്നെയാണ് ഇന്നൊരു ലൈവ് നടത്തിക്കൊണ്ട് നമ്മുടെ അനീഷ് എന്ന് പറയുന്ന സാധാരണക്കാരനായ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ മത്സരിക്കാൻ പോയ ആ മത്സരാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഫാൻസിനോട് ആവശ്യപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും ശിരസാ വഹിക്കാൻ അദ്ദേഹത്തിന്റെ ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ തയ്യാറാണ്. അവർ ലൈവിൽ തന്നെ വോട്ട് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് വരെ തൊപ്പിക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 1 ലക്ഷം വോട്ട് ഒറ്റ ലൈവ് കൊണ്ട് പിടിക്കാൻ ഇന്ന് കേരളത്തിൽ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ലൈവ് സ്ട്രീമർ തന്നെയാണ് തൊപ്പി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അങ്ങനെ 1 ലക്ഷം വോട്ടെങ്കിലും ലൈവിൽ നമ്മുടെ അനീഷ് ചേട്ടന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊപ്പി ചെയ്തു. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചതിന് ശേഷം വിവേകപൂർവ്വം നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം തൊപ്പി പറയുന്ന ചില കാര്യങ്ങളിൽ ഒരു സത്യമുണ്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു PR വർക്കും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അനുമോൾക്ക് അങ്ങനെയല്ല. PR വർക്കിന് വേണ്ടി ലക്ഷങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു. അതിനു പുറത്ത് നമ്മുടെ അനുമോളുടെ വീട്ടുകാർ ചില നാടകങ്ങൾ കളിക്കുന്നത് നമ്മൾ കണ്ടു. നാടകം എന്നല്ല, കാരണം ഇല്ലായ്മയും പുന്നാരവും അതുപോലെ തന്നെ കടവും ലോണും കാര്യങ്ങളും എല്ലാം പൊതുജനങ്ങളെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുകയാണ്. ഇത്രയും ഒരു ഫിലിം ആക്ടേഴ്സും അതുപോലെ തന്നെ സീരിയൽ ആക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിലെ ഒരു കണ്ടസ്റ്റൻസ് അതുപോലെ തന്നെ ഒരുപാട് കോമഡി പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് അനുമോൾ. ഈ അനുമോൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു EMI അടിച്ചുകൊണ്ട് ഒരു വീട് വെക്കാനും അതുപോലെ തന്നെ അതിന്റെ കടങ്ങൾ വീട്ടാനും ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ സാധാരണക്കാരായ ഒരു മനുഷ്യന് എങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തിൽ ജീവിച്ചു പോകാൻ വേണ്ടി സാധിക്കുക? അത് തൊപ്പി പറഞ്ഞ കാര്യത്തിൽ 100% സത്യമാണ്. അതിനെക്കുറിച്ച് തൊപ്പി പറയുന്ന ഏതാനും ചില വാക്കുകൾ നമുക്ക് അതുകൂടി കേൾക്കാം. നിങ്ങൾ അനുമോളിൽ വോട്ട് ചെയ്തോ. കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. PR കാരണം അനുമോൾ ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോക്ക് PR ഉണ്ടോ? അനുമോളാണ് PRന്റെ മോനെ. അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഈ അനുമോളെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി. ഇതിൽ 2 ആൾക്കാർ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കാര്യങ്ങൾ അറിയുന്നത് ഇത് ഭയങ്കര PR ആണ് നടക്കുന്നത്. ഞാൻ കാര്യം പറയില്ല. അതായത് ഓളെ വീട്ടുകാരടക്കം വീഡിയോ ഇറക്കുമ്പോ കണ്ടില്ല. ഓക്ക് 2 വീടുണ്ട്. ഒന്ന് പഴയ വീട്, ഓള് ജനിച്ചു വളർന്നൊരു വീടും പിന്നെ ഇപ്പത്തെ ഓളൊരു വലിയ വീട്, ഓളെ അടുത്തൊരു വീടും.
എന്നിട്ട് ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന വീഡിയോ എടുക്കുന്ന എവിടെ അറിയോ? ആ പഴയ വീട്ടിൽ നിന്ന്, ഓടിട്ട വീട്ടിന്റെ മുന്നിൽ നിന്ന്. അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അവന്മാർ കളിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതൊക്കെ അതിൽ സാധാരണക്കാരൻ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത്. എന്നിട്ട് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയലോ. അതായത് അനുമോൾക്ക് ഇതില്ല, കുറെ കടങ്ങളുണ്ട്, പൈസ ഇല്ല കയ്യില്, ദാരിദ്ര്യത്തിലാന്ന്. എന്തൊരു തൊള്ളടാ. എടാ മോനെ, ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്നു ഞമ്മക്കറിയാം. ഓക്കെ, ഞമ്മക്കറിയാം. സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ മോനെ. സാധാരണക്കാരെ പറ്റിക്കാൻ നിങ്ങൾ നോക്കല്ലേ. ഞാൻ പറഞ്ഞു കൊടുക്കും, ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 100K ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിന്റെ റെമ്യൂണറേഷൻ എത്രയാ. ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അനുമോളയിൽ എത്ര പൈസ ഉണ്ടെന്ന്, അനുമോളയിൽ എത്ര ഇറക്കി. ഓൺലൈൻ സ്ട്രീമിംഗ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വോട്ടിങ്ങിനെ പറ്റിയും അതിന്റെ ശതമാനത്തിനെ പറ്റിയും എല്ലാം നമ്മുടെ തൊപ്പി വാചാലനാവുന്നുണ്ട്. അതിന്റെ ഒപ്പരം തൊപ്പി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനുമോളുടെ കുടുംബക്കാർ നാട്ടുകാരെ പറ്റിക്കുകയാണെന്നാണ് പറയുന്നത്. 2 വീടുണ്ട് എന്നും അതിൽ നല്ല ഫ്ലാറ്റിന്റെ മുന്നിൽ പോയി വീഡിയോ എടുക്കാതെ പഴയ ജനിച്ചു വളർന്ന തറവാട്ട് വീടിന്റെ മുന്നിൽ പോയിട്ട് എൻ്റെ വീട് ഇതാണ് എന്ന് പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് അനുവിൻ്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മാവനും ചേർന്ന് നടത്തിയത് എന്നും ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും തീർച്ചയായിട്ടും അവരെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ഒറ്റ PR എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ചിറകിലേറിയാണ് അനുമോൾ ഇന്ന് വരെ ബിഗ് ബോസിന്റെ അവസാന എപ്പിസോഡ് വരെ എത്തിയത് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് നമ്മുടെ MRZ തൊപ്പി ഇപ്പോൾ അനുവിനെയും കുടുംബത്തിനെതിരെയും ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് സത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനു ചെയ്തതും അതുപോലെ തന്നെ അവർ കുടുംബക്കാർ ചെയ്തതും വളരെ മോശകരമായ കാര്യം തന്നെയാണ്. കാരണം പൊതുജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രം അവർ പയറ്റിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും പൊതുജനങ്ങളും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവേകപരമായ വോട്ട് തന്നെയാണ് ഇതിൽ വിജയിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. PR അല്ല, ഇനി ഏത് PRനെ വെച്ചാലും കേരളത്തിൽ നിന്ന് അവർക്ക് ശേഖരിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടിയ 10-20 ലക്ഷം, അതിൻ്റെ മുകളിലേക്കൊന്നും സംഭരിക്കാനുള്ള ഒരു കഴിവ് ഒരു PR ഏജൻസിക്കും ഇന്ന് കേരളത്തിൽ നടത്താൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഇന്ന് കോടിക്കണക്കിന് ആൾക്കാരാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടി നേരിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവേകപരമായ വോട്ടുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിക്കൊണ്ട് ആർക്കാണോ അർഹത അവരെ നിങ്ങൾ വിജയിപ്പിക്കുക തന്നെ വേണം. ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇനി വോട്ടിങ്ങിന് ബാക്കിയുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഒരു നിഷ്പക്ഷമായ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി 100% ബിഗ് ബോസ് കപ്പടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. PRന്റെ ബലത്തിലാണ് കപ്പ് കൊണ്ടുപോകുന്നത് എങ്കിൽ മാത്രമേ അത് അനു എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് ഡിസേർവ്ഡ് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ ബിഗ് ബോസ് കണ്ട എല്ലാ മത്സരങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, വലിയ ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രസീവ് ഒന്നും നമ്മുടെ അനുമോൾ അതിൽ ഇട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനുമോൾ തുടങ്ങിയത് മുതൽ ഇറങ്ങുന്നത് വരെ കണ്ണീര് മാത്രമാണ്. എന്താണോ സീരിയൽ കാണിക്കുന്നത് അത് തന്നെയാണ് ബിഗ് ബോസിനകത്തും അനു കാണിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു പാവപ്പെട്ട കുട്ടി എന്നുള്ള അല്ലെങ്കിൽ ഒരു കടം അല്ലെങ്കിൽ ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പിന്നോക്ക അവസ്ഥ അതിനെല്ലാം വോട്ടാക്കി മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾ തന്നെയാണ് വിജയിക്കുക. അത്തരമൊരു ഇമോഷണലിസത്തിൽ പെട്ടുകൊണ്ട് നമ്മുടെ മലയാളി കൂട്ടായ്മയിലെ അമ്മമാരും വീട്ടുകാരും തീർച്ചയായിട്ടും അനുവിനെ കണ്ട് വിശ്വസിച്ച് അതാണ് സത്യാവസ്ഥ എന്ന് തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുവിനായിരിക്കും ഒരു മേൽക്കോയ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിഷ്പക്ഷപരമായിട്ട് ഒരിക്കലും തൻ്റെ സെന്റിമെന്റ്സിനെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കാത്ത ഏക വ്യക്തി ബിഗ് ബോസിനകത്ത് അനീഷാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു എന്റർടൈനർ അതുപോലെ തന്നെ ഒരു ഗായകൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും അത് അക്ബർ ആയിരിക്കും, അതുപോലെ തന്നെ അല്ലെങ്കിൽ നെവിൻ ആയിരിക്കും. ഇവർ മൂന്നിൽ ആരെങ്കിലും ഒന്ന് ബിഗ് ബോസ് കപ്പ് അടിക്കട്ടെ. ആർക്കാണോ 100% അർഹത അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. അല്ലാതെ ഇത്തരം PR സർവീസിന്റെ മേന്മകളും അതുപോലെ തന്നെ ഇത്തരം പൊടിക്കൈകളും എല്ലാം കൊണ്ട് നിങ്ങൾ ആർക്കും വോട്ട് ചെയ്ത് അതിൽ വീണു പോകാൻ വേണ്ടി പാടില്ല. യഥാർത്ഥത്തിൽ ആരാണോ ഡിസേർവ്ഡ് അദ്ദേഹത്തിന് മാത്രം വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ല റിവ്യൂമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.